ഗുഡ് മോർണിംഗ് ടു ഓൾ. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചുകൊണ്ടിരുന്നത് ഡിപ്പാർട്ട്മെൻറ്റലൈസേഷൻ ഓഫ് ഓവർഹെഡ്സ് ആയിരുന്നു. അതിൽ സ്റ്റേജസ് ഓഫ് അപ്പോർച്ച്മെൻറ്റ് നമ്മൾ പഠിച്ചായിരുന്നു. പ്രൈമറി ഡിസ്ട്രിബ്യൂഷനും സെക്കൻഡറി ഡിസ്ട്രിബ്യൂഷനും. പ്രൈമറി ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറഞ്ഞാൽ ഒരു ഫാക്ടറിയിൽ ഉണ്ടാകുന്ന ഓവർഹെഡ്സിനെ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിലേക്കും ഡിവൈഡ് ചെയ്ത് കൊടുക്കുന്നതിനാണ് പ്രൈമറി ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത്. സ്യൂട്ടബിൾ ആയിട്ടുള്ള ബേസിസിൽ ഓരോ ഓവർഹെഡ്സിനെയും എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് അപ്പോർഷൻ ചെയ്ത് കൊടുക്കുന്നതിനാണ് പ്രൈമറി ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അതിനൊരു പ്രോബ്ലം നമുക്ക് ചെയ്യാം. ഫസ്റ്റ് പ്രോബ്ലം ഇതാണ്. കൈരളി ലിമിറ്റഡ് ഹാസ് 5 departments A, B, C, D and E. Of these, A, B and C are production departments and D and E are service departments. The following overhead expenses incurred during the year 2010 are as follows. ഇത് കൈരളി ലിമിറ്റഡിൻ്റെ കാര്യമാണ് ഇവിടെ പറയുന്നത്. 5 ഡിപ്പാർട്ട്മെൻ്റ് ഉണ്ട്. എ ബി സി ഡി ഇ എന്ന് പറയുന്ന 5 ഡിപ്പാർട്ട്മെൻറ്റ്. അതിൽ എ ബി സി എന്ന് പറയുന്ന പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റാണ്. ഡി ഇ എന്ന് പറയുന്ന 2 ഡിപ്പാർട്ട്മെൻറ്റ് സർവീസ് ഡിപ്പാർട്ട്മെൻറ്റാണ്. അപ്പം ഈ ഫാക്ടറിയിലെ 2010 വർഷത്തെ ഓവർഹെഡ്സാണ് തന്നിരിക്കുന്നത്. 2010 ഈ ഫാക്ടറിയിൽ ഉണ്ടായിട്ടുള്ള ഓവർഹെഡ് എക്സ്പെൻസസ് എന്തൊക്കെയാണെന്നാണ് തന്നിരിക്കുന്നത്. തന്നിരിക്കുന്ന ഐറ്റംസ് ഇതാണ്. റെൻറ്റ് ₹10,800, ഡിപ്രീസിയേഷൻ ഓഫ് ബിൽഡിംഗ് 54,000, depreciation of other assets 42,000, insurance of building 9,600, insurance of plant 8,400, rent and taxes 3,000, lighting 12,800, power 16,500, stores overhead 5,400, subsidy to canteen 15,600. Apportion the cost to department after taking into account the following further data. നമ്മളോട് പറയുന്നത് ഈ കോസ്റ്റ് എന്ന് വെച്ചാൽ ഈ ഓവർഹെഡ്സിനെ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിലേക്കും നമ്മൾ അപ്പോർഷൻ ചെയ്യുക. തന്നിരിക്കുന്ന ഓവർഹെഡ്സിനെ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിലേക്കും അപ്പോർഷൻ എന്ന് വെച്ചാൽ ഡിവൈഡ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്കറിയാം ഓവർഹെഡ്സിനെ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിലേക്കും നമ്മൾ ഡയറക്റ്റായിട്ട് ഓരോ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് നമുക്ക് ഡയറക്റ്റായിട്ട് ചാർജ് ചെയ്യാൻ പറ്റത്തില്ല എങ്കിൽ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിലേക്കും സ്യൂട്ടബിൾ ആയിട്ടുള്ള ബേസിസിൽ ഡിവൈഡ് ചെയ്യണം. അപ്പോൾ സ്യൂട്ടബിൾ ആയിട്ടുള്ള ബേസിസ് എന്ന് പറയുമ്പോൾ ബേസിസ് നിങ്ങൾക്ക് തന്നിട്ടുണ്ടായിരുന്നു, കഴിഞ്ഞ ദിവസം തന്നിട്ടുണ്ടായിരുന്നു. 20 ബേസിസ് തന്നിട്ടുണ്ടായിരുന്നു. ആ 20 ബേസിസ് നിങ്ങൾ പഠിക്കണം. അപ്പം ഇവിടെ തന്നിരിക്കുന്ന ബേസിസ്, ഈ ക്വസ്റ്റിന് തന്നിരിക്കുന്ന ബേസിസ് നോക്കുക. 5 ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ബേസിസ് തന്നിട്ടുണ്ട്. ഇതാണ് തന്നിരിക്കുന്നത്. ഓക്കെ, ഏരിയ ഐറ്റം തന്നിട്ടുണ്ട്. അതുപോലെ എ ബി സി ഡി ഇ ഡിപ്പാർട്ട്മെൻറ്റ് തന്നിട്ടുണ്ട്. ഏരിയ തന്നിട്ടുണ്ട്. എയുടെ 3,000 ആണ്, ബിയുടെ 4,000, സിയുടെ 4,000, ഡി 2,000, ഇ 2,000. അതുപോലെ നമ്പർ ഓഫ് എംപ്ലോയീസ് എയുടെ 80, ബിയുടെ 110, സിയുടെ 60, ഡി 30, ഇ 20. വാല്യൂ ഓഫ് അസറ്റ്സ് അതർ ദാൻ ബിൽഡിങ് 1,50,000, 1,90,000, 1,80,000, 1,80,000. Number of light points 15, 10, 7, 5, 3. Then HP of machine 400, 300, 200, 200. Value of material consumed 9,000, 8,000, 90,000, 80,000, 60,000. Then D കില്ല, ഇക്ക് 40,000. ഇങ്ങനെയാണ് തന്നിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇത് വെച്ചുകൊണ്ട് പ്രോബ്ലം ചെയ്യണം. പ്രോബ്ലം ചെയ്യേണ്ട ഇതാണ്. ഈ 5 ഡിപ്പാർട്ട്മെൻ്റ് ഉണ്ട്. ഈ 5 ഡിപ്പാർട്ട്മെൻറ്റിൽ എ ബി സി എന്ന് പറയുന്ന പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റും ഡി ഇ എന്ന് പറയുന്ന സർവീസ് ഡിപ്പാർട്ട്മെൻറ്റുമാണ്. ഈ 5 ഡിപ്പാർട്ട്മെൻറ്റിലേക്കും ഈ തന്നിരിക്കുന്ന ഓവർഹെഡ്സിനെ ഇവിടെ താഴെ തന്നിരിക്കുന്ന സ്യൂട്ടബിൾ ബേസിസിൽ നമ്മൾ അപ്പോർഷൻ ചെയ്ത് കൊടുക്കണം. അതാണ് നമ്മുടെ ക്വസ്റ്റിന്. നമുക്ക് ഈ പ്രോബ്ലം എങ്ങനെ ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പോൾ നമ്മൾ ഓവർഹെഡ്സിന് എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിലേക്കും ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുക്കുന്നതിനെ പ്രൈമറി ഡിസ്ട്രിബ്യൂഷൻ എന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ പ്രൈമറി ഡിസ്ട്രിബ്യൂഷൻ ചെയ്യാൻ വേണ്ടി ഇതേപോലെ കോളം വരയ്ക്കുക. ഒന്ന് ഐറ്റംസ് എഴുതാൻ വേണ്ടിയുള്ളൊരു കോളം, ബേസ് കോളം, ടോട്ടൽ, ദെൻ പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റ് എ ബി സിയുടെ എമൗണ്ട് എഴുതാൻ വേണ്ടിയുള്ള കോളം, ദെൻ സർവീസ് ഡിപ്പാർട്ട്മെൻറ്റ് ഡി ഇയുടെ എമൗണ്ട് എഴുതാൻ വേണ്ടി കോളം. ഇതുപോലെ വേണം നമ്മൾ കോളം വരയ്ക്കാൻ. എന്നിട്ട് നമുക്ക് ഓവർഹെഡ്സിനാണ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഐറ്റം കോളത്തിൽ ഓവർഹെഡ്സ് ആണ് എഴുതേണ്ടത്. ഐറ്റം കോളത്തിൽ ഓവർഹെഡ്സ്. അപ്പം ക്വസ്റ്റിനെ നോക്കിയിട്ട് ക്വസ്റ്റിന് തന്നിരിക്കുന്ന ഓവർഹെഡ്സാണ് നമ്മൾ എവിടെ എഴുതേണ്ടത്. അപ്പോൾ നമ്മൾ ക്വസ്റ്റിന് തന്നിരിക്കുന്ന ഫസ്റ്റ് ഓവർഹെഡ്സ് റെൻ്റ് ആയിരുന്നു. റെൻറ്റ് നിങ്ങൾ ക്വസ്റ്റിൻ നോക്കണം. ക്വസ്റ്റിന് തന്നിരിക്കുന്ന ഫസ്റ്റ് ഐറ്റം റെൻ്റാണ്. നമുക്ക് റെൻറ്റിനെ നമ്മൾ അപ്പോർഷൻ ചെയ്യുന്നത് ഏരിയയുടെ ബേസിസിലാണ്. ഓക്കെ,
ബേസിസ് ഓഫ് അപ്പോർച്ച്മെൻറ്റ് തന്നിട്ടുണ്ട്. റെൻറ്റ് നമ്മൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത് ഫ്ലോർ ഏരിയയുടെ ബേസിസിലാണെന്ന് പറയുന്നുണ്ട്. റെൻറ്റ് ഫ്ലോർ ഏരിയയുടെ ബേസിസിലാണ്. അപ്പം റെൻറ്റ് നമ്മൾ അപ്പോർഷൻ ചെയ്യുന്നത് ഏരിയയുടെ ബേസിസിലാണ്. അപ്പോൾ ഏരിയയുടെ ബേസിസ് ക്വസ്റ്റിന് തന്നിരിക്കുന്നത് നോക്കുക. ഏരിയ തന്നിരിക്കുന്നത് ഇങ്ങനെയാണ്. ഏരിയ എന്ന് പറഞ്ഞ് തന്നിട്ടുണ്ട്. എയുടെ 3000, ബിയുടെ 4000, സിയുടെ 4000, ഡിയുടെ 2000, ഇയുടെ 2000 ഈ രീതിയിലാണ് തന്നിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ നമ്മൾ ഈ പ്രൊപ്പോർഷൻ എടുക്കണം. പ്രൊപ്പോർഷൻ എങ്ങനെ എടുക്കുന്നത്? 33,40,40,40,2000 എന്ന് പറഞ്ഞാൽ നമ്മൾ എടുക്കേണ്ടത്. അപ്പോൾ അത് ഷോർട്ടായിട്ട് എടുക്കുമ്പോൾ എന്ത് ചെയ്യണം? ഇതിനകത്തെല്ലാം 1000 മാറ്റിയിട്ട് ഏറ്റവും ഷോർട്ട് ഫോം എടുക്കുമ്പോൾ 3:4:4:2:2 എന്ന അനുപാതത്തിൽ വേണം നമ്മൾ ഈ റെൻറ്റിനെ നമ്മൾ ഫ്ലോർ ഏരിയയുടെ ബേസിസിൽ അപ്പോർഷൻ ചെയ്യുന്നത്. ഇപ്പോൾ ഫ്ലോർ ഏരിയയുടെ ബേസിസ് ഇതാണ് 3:4:4:2:2. അപ്പോൾ നമ്മളിവിടെ ബേസ് കോളത്തിൽ ആ പ്രൊപ്പോർഷൻ എഴുതുക. ബേസിൽ എഴുതുക ഏരിയ, ഫ്ലോർ ഏരിയയുടെ ബേസിസിലാണ്. അപ്പോൾ ഏരിയ എഴുതുക, then അതിൻ്റെ പ്രൊപ്പോർഷൻ എഴുതുക. 3:4:4:2:2 എന്ന അനുപാതം എഴുതുക. ഇത് നമ്മൾ ക്വസ്റ്റ്യൻ നോക്കുക. ക്വസ്റ്റ്യനിൽ എത്രയാണ്? ഈ റെൻറ്റിൻ്റെ എമൗണ്ട് തന്നിരിക്കുന്നത് 10,800 അപ്പോൾ നമ്മൾ ടോട്ടൽ എമൗണ്ട് കൊടുത്തിൽ 10,800 കാണിക്കുക. ടോട്ടൽ എമൗണ്ട് കൊടുത്ത് 10,800 കാണിക്കുക. ദെൻ നമ്മൾ ഈ 10,800 ഈ പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റിലും സർവീസ് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് നമ്മൾ വീതിച്ച് കൊടുക്കണം. പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് സർവീസ് ഡിപ്പാർട്ട്മെൻറ്റിലേക്കും വീതിച്ച് കൊടുക്കണം. അപ്പോൾ നമ്മൾ വീതിച്ച് കൊടുക്കുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ എയ്ക്ക് നമ്മൾ വീതിച്ച് കൊടുക്കുന്നത് 10,800 10,800 വീതിച്ച് കൊടുക്കേണ്ടത്. 10,800 ഇൻറ്റു ഇവിടെ എയുടെ പ്രൊപ്പോർഷൻ 3 ആണ് അല്ലേ? എയുടെ 3, ബിയുടെ 4, സിയുടെ 4, ഡിയുടെ 2, ഇയുടെ 2 ഈ രീതിയിലാണ് നമ്മൾ എഴുതിയിരിക്കുന്നത്. അപ്പോൾ എയുടെ 3 ആണ്. അപ്പോൾ 10,800 ഇൻറ്റു 3 ദെൻ ഡിവൈഡഡ് ബൈ 15 എന്ന് പറയുന്നത് ഇതിൻ്റെ എല്ലാം കൂടെ ടോട്ടൽ. ഇതെല്ലാം കൂടെ 3, 4, 2, 2 കൂടി ഇതെല്ലാം കൂടെ ടോട്ടൽ ചെയ്യുമ്പോൾ നമുക്ക് 15 കിട്ടും. അപ്പോൾ എക്ക് വീതിച്ച് കൊടുക്കുന്നത് 10,800 ഇൻറ്റു 3 ഡിവൈഡ് ബൈ 15. ദെൻ ബിക്ക് വീതിച്ച് കൊടുക്കണം. ബിക്ക് അങ്ങനെ വീതിച്ച് കൊടുക്കുന്നത് 10,800 ടോട്ടൽ. 10,800 ഇൻറ്റു 4, ബിയുടെ 4 ആണ്. 4 ഡിവൈഡ് ബൈ ഇതിൻ്റെ ടോട്ടൽ 15. അപ്പോൾ നമുക്ക് 2,880 കിട്ടുന്നു. നമ്മൾ സിക്ക് വീതിച്ച് കൊടുക്കണം. സിക്ക് വീതിച്ച് കൊടുക്കുന്നത് ടോട്ടൽ 10,800 ആണ്. അപ്പോൾ 10,800 ഇൻറ്റു 4 ഡിവൈഡ് ബൈ 15. 10,800 ഇൻറ്റു 4 ഡിവൈഡ് ബൈ 15 എന്ന് പറയുന്നത് 2,880 ആണ്. ദെൻ ഡിക്ക് വീതിച്ച് കൊടുക്കണം. ഡിക്ക് അങ്ങനെ വീതിച്ച് കൊടുക്കുന്നത് ടോട്ടൽ 10,800 ആണ്. ഡിയുടെ പ്രൊപ്പോർഷൻ 2 ആണ് അല്ലേ? ഡിയുടെ പ്രൊപ്പോർഷൻ ഇവിടെ നോക്കുക 2 ആണ്. 2 ഡിവൈഡ് ബൈ ഇതിൻ്റെ ടോട്ടൽ 2 ഡിവൈഡ് ബൈ 15 അത് നമുക്ക് എത്രയാണ്? 1,440 കിട്ടുന്നു. ഈയുടെ ഇതുപോലെ തന്നെ പ്രൊപ്പോർഷൻ ചെയ്യുക. 10,800 ഇൻറ്റു 2 ഡിവൈഡ് ബൈ 15 അപ്പം 1,440 കിട്ടുന്നു. ഈ രീതിയിലാണ് നമ്മൾ അപ്പോർഷൻ ചെയ്ത് കൊടുക്കേണ്ടത്. അടുത്ത് നോക്കുക. അടുത്ത ഓവർഹെഡ്സ് ക്വസ്റ്റ്യൻ നോക്കുക. അടുത്ത ഓവർഹെഡ്സ് നോക്കുക. ക്വസ്റ്റ്യൻ തന്നിരിക്കുന്ന ഡിപ്രീസിയേഷൻ ഓഫ് ബിൽഡിംഗ് ആണ്. അപ്പോൾ നമ്മൾ ബിൽഡിങ്ങിൻ്റെ നമ്മൾ ബേസ് എഴുതുമ്പോൾ ക്വസ്റ്റ്യൻ നമുക്ക് ബേസിസ് ഓഫ് അപ്പോർച്ച്മെൻറ്റിൽ തന്നിരിക്കുന്നത് ഡിപ്രീസിയേഷൻ ഓഫ് അസറ്റ് എന്ന് പറഞ്ഞ് തന്നിരിക്കുന്നത് എന്താ? അസറ്റ് വാല്യൂ ആണ്. അപ്പോൾ നമ്മൾ സാധാരണ രീതിയിൽ ഡിപ്രീസിയേഷൻ ഓഫ് ബിൽഡിംഗ് എന്ന് പറയുമ്പോഴും അസറ്റ് വാല്യൂ ആണ് എടുക്കേണ്ടത്. അപ്പോൾ ഈ ക്വസ്റ്റ്യനിൽ അതിൻ്റെ ബേസ് നോക്കി തന്നിരിക്കുന്നത് ഡിപ്രീസിയേഷൻ ഇവിടെ വാല്യൂ ഓഫ് അസറ്റ് അല്ലേ? വാല്യൂ ഓഫ് അസറ്റ് എന്ന് പറഞ്ഞ് തന്നിരിക്കുന്നത് വാല്യൂ ഓഫ് അസറ്റ്സ് അതർ ദാൻ ബിൽഡിംഗ് എന്ന് പറഞ്ഞ് തന്നിരിക്കുന്നത് എന്ന് വെച്ചാൽ ഈ വാല്യൂവിൽ അസറ്റിൻ്റെ വാല്യൂവിൽ ബിൽഡിങ്ങിൻ്റെ വാല്യൂ ഇല്ല. അപ്പോൾ നമ്മൾ ഡിപ്രീസിയേഷൻ ഓഫ് ബിൽഡിംഗ് എടുക്കുമ്പോൾ ഈ വാല്യൂ ഓഫ് അസറ്റ് നമുക്ക് എടുക്കാൻ പറ്റത്തില്ല. കാരണം ഈ വാല്യൂ ഓഫ് അസറ്റിൽ നമുക്ക് ബിൽഡിങ്ങിൻ്റെ വാല്യൂ ഇല്ല. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? ഈ ഡിപ്രീസിയേഷൻ ഓഫ് അസറ്റ്സ് എടുക്കുമ്പം ഡിപ്രീസിയേഷൻ ഓഫ് ബിൽഡിംഗ് എടുക്കുമ്പം നമുക്ക് അസറ്റ് വാല്യൂ എടുക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് നമ്മൾ പകരം നമ്മൾ ഏരിയയുടെ ബേസിസിലാണ് എടുക്കേണ്ടത്. ഏരിയയുടെ ബേസിസിൽ കാരണം ബിൽഡിങ്ങിൻ്റെ ബാക്കി എല്ലാ കാര്യവും നമ്മൾ അപ്പോർഷൻ ചെയ്യേണ്ടത് ഏരിയയുടെ ബേസിസിൽ വേണം എടുക്കാനും. ഫ്ലോർ ഏരിയയുടെ ബേസിസിൽ നമ്മൾ ഫ്ലോർ ഏരിയയുടെ ബേസിസ് ഇതാണ് 3:4:4:2:2 നേരത്തെ അതേ പ്രൊപ്പോർഷൻ തന്നെ അല്ല? ഏരിയയുടെ ഫ്ലോർ ഏരിയയുടെ ബേസിസ് നമ്മൾ എഴുതിയായിരുന്നു 3:4:4:2:2 എന്ന അനുപാതം. നോക്കുക. ഡിപ്രീസിയേഷൻ ഓഫ് ബിൽഡിങ്ങിൻ്റെ എമൗണ്ട് 54,000 ആണ്. ക്വസ്റ്റ്യൻ നോക്കുക. എമൗണ്ട് തന്നിരിക്കുന്നത് 54,000 ആണ്. നമ്മൾ ഈ 54,000നെ എയ്ക്കും ബിക്കും സിക്കും ഡിക്കും ഇക്കും നമ്മൾ അപ്പോർഷൻ ചെയ്ത് കൊടുക്കണം. അപ്പോൾ അതിൻ്റെ പ്രൊപ്പോർഷൻ ഇതാണ്. അപ്പോൾ എയ്ക്ക് എങ്ങനെ കൊടുക്കേണ്ടത്? 54,000 ഇൻറ്റു എയുടെ 3 ആണ്. 3 ഡിവൈഡ് ബൈ 15 10,800 കിട്ടി. ബിക്ക് നമ്മൾ അപ്പോർഷൻ ചെയ്ത് കൊടുക്കുമ്പം 54,000 ഇൻറ്റു ബിയുടെ എത്രയാണ്? 4 ഡിവൈഡ് ബൈ ഇതിൻ്റെ ടോട്ടൽ 15. ദെൻ സിക്ക് വീതിച്ച് കൊടുക്കുമ്പം 54,000 ഇൻറ്റു ദെൻ സിയുടെ എത്രയാണ്? 4 ആണ്. 4 ഡിവൈഡ് ബൈ 15 14,400 കിട്ടുന്നു. ദെൻ എത്രയാണ്? അടുത്ത 54,000 2 ഡിവൈഡ് ബൈ 15 7,200 ഡിക്ക് കിട്ടുന്നു.
ഇക്ക് 54,000 ഇൻറ്റു 2 ഡിവൈഡ് ബൈ 15 7200 ഈ രീതി നമ്മൾ അപ്പോർഷൻ ചെയ്യണം. അടുത്ത ഐറ്റം നോക്കുക. അടുത്ത ഐറ്റം ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നത് ഡിപ്രീസിയേഷൻ ഓഫ് അതർ അസറ്റ്സ് ആണ്. ഡിപ്രീസിയേഷൻ ഓഫ് അതർ അസറ്റ്സ് എന്ന് വെച്ചാൽ ഡിപ്രീസിയേഷൻ ഓഫ് അസറ്റ്സ്. അപ്പോൾ ഡിപ്രീസിയേഷൻ ഓഫ് അസറ്റ്സ് നമ്മൾ നേരത്തെ പറഞ്ഞ ഡിപ്രീസിയേഷൻ അസറ്റ് പറഞ്ഞ അസറ്റ് വാല്യൂവിലാണ് എടുക്കേണ്ടത്. പക്ഷേ ഇവിടെ ഡിപ്രീസിയേഷൻ ഓഫ് ബിൽഡിംഗ് നമ്മൾ അസറ്റ് വാല്യൂവിൽ എടുക്കാത്തതിൻ്റെ കാരണം ആ അസറ്റ് വാല്യൂവിൽ ഈ ബിൽഡിങ്ങിൻ്റെ വാല്യൂ ഇല്ലാത്തതുകൊണ്ടാണ്, അത് ഓർത്തിരിക്കണം. ഇവിടെ ഡിപ്രീസിയേഷൻ ഓഫ് അതർ അസറ്റ്സ് അസറ്റ് വാല്യൂവിൽ വേണം എടുക്കാൻ. അസറ്റ് വാല്യൂ ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നത് നോക്കിയേ. അസറ്റ് വാല്യൂ ഓഫ് അസറ്റ്സ് അതർ ദാൻ ബിൽഡിംഗ് എന്ന് പറഞ്ഞ് 1,50,000, 1,90,000, 1,80,000, 1,80,000. അപ്പം നമ്മളിത് ഷോർട്ടായിട്ട് എടുക്കുകയാണ്. ഏത് രീതിയിൽ എടുക്കാൻ പറ്റും ഷോർട്ടായിട്ട് എടുക്കുന്നത്? നമ്മളിതിൻ്റെ പിന്നെ 15:19:18:10:8 എന്ന് പറയുന്ന അനുപാതം നമുക്കിത് എടുക്കാൻ പറ്റും അല്ലേ? ഏറ്റവും ഷോർട്ടായിട്ടുള്ള രൂപം 15:19:18:10:8 എന്ന അനുപാതത്തിൽ നമ്മൾ എടുക്കുക. നമ്മളിവിടെ ബേസ് കോളത്തിൽ എഴുതുക ഡിപ്രീസിയേഷൻ അതർ അസറ്റ് എന്ന് എഴുതിയിട്ട് വാല്യൂ ഓഫ് അസറ്റ്സ്, അതിൻ്റെ 15:19:18:10:8 എന്ന് പറഞ്ഞ് നമ്മൾ എഴുതുക. അതിൻ്റെ എമൗണ്ട് ഡിപ്രീസിയേഷൻ ഓഫ് അതർ അസറ്റ്സിൻ്റെ എമൗണ്ട് തന്നിരിക്കുന്നത് 42,000 ഈ 42,000 നമുക്ക് എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിലേക്കും വീതിച്ച് കൊടുക്കണം. വീതിച്ച് കൊടുക്കുന്നത് എങ്ങനെയാണ്? എക്ക് വീതിച്ച് കൊടുക്കുന്നത് 42,000 ഇൻറ്റു എയുടേത് 15 അല്ലേ? 15 ഡിവൈഡ് ബൈ ഇതിനെല്ലാം കൊണ്ടും ടോട്ടൽ എന്ന് പറയുന്നത് 70 ആണ്. 70 നമുക്ക് 9,000 കിട്ടുന്നു. ബിയുടെ വീതിച്ച് കൊടുക്കുമ്പോൾ 42,000 ഇൻറ്റു ബിയുടെ 19 ആണ് അല്ലേ? 19 ഡിവൈഡ് ബൈ 70. സിയുടെ 42,000 ഇൻറ്റു സിയുടെ 18 ഡിവൈഡഡ് ബൈ 70. ദെൻ ഡിയുടെ 42,000 ഇൻറ്റു 10 ഡിവൈഡഡ് ബൈ, ഇവിടെ 10 ആണ് ഡിയുടെ, 10 ഡിവൈഡ് ബൈ 70. ദെൻ ഇയുടെ 42,000 ഇൻറ്റു 8, ഇയുടെ 8 ആണ്, 8 ഡിവൈഡ് ബൈ 70 4,800. ഈ രീതിയിൽ വേണം നമ്മൾ ചെയ്യാൻ. അടുത്ത ഐറ്റം ക്വസ്റ്റ്യൻ തന്നിരിക്കുന്ന ഏതായിരുന്നു? അടുത്ത ഐറ്റം തന്നിരിക്കുന്നത് ഇൻഷുറൻസ് ഓഫ് ബിൽഡിംഗ് ആണ്. ഇൻഷുറൻസ് ഓഫ് ബിൽഡിങ് അല്ലേ? ഇൻഷുറൻസ് ഓഫ് ബിൽഡിങ് നമ്മൾ പറഞ്ഞായിരുന്നു ബിൽഡിങ് ഏരിയയുടെ ബേസിസിലാണ് നമ്മളിവിടെ എടുത്തത് അല്ലേ? എവിടെയും ബിൽഡിങ് ഏരിയയുടെ ബേസിസിലാണ് എടുക്കുന്നത്. അപ്പം ഇവിടെ ഇൻഷുറൻസ് ഓഫ് ബിൽഡിംഗ് ഏരിയയുടെ ബേസിസിലാണ് എടുക്കേണ്ടത്. ഏരിയയുടെ പ്രൊപ്പോർഷൻ നമ്മൾ നേരത്തെ ഇവിടെ കണ്ടുപിടിച്ചായിരുന്നു 3:4:4:2:2 എന്ന അനുപാതത്തിൽ. ദെൻ അതിൻ്റെ എമൗണ്ട് ഇൻഷുറൻസ് ഓഫ് ബിൽഡിങ്ങിൻ്റെ എമൗണ്ട് ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നത് 9,600 ആണ്. ഈ 9,600 എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് നമ്മൾ വീതിച്ച് കൊടുക്കണം. എങ്ങനെയാണ്? 9,600 ഇൻറ്റു എക്ക് വീതിച്ച് കൊടുക്കുമ്പോൾ എയുടെ പ്രൊപ്പോർഷൻ 3 ആണ്. 3 ഡിവൈഡ് ബൈ ഇതിൻ്റെ ടോട്ടൽ 15. ബിക്ക് വീതിച്ച് കൊടുക്കുന്നത് എങ്ങനെയാണ്? 9,600 ഇൻറ്റു ബിയുടെ 4 ആണ്. 4 ഡിവൈഡ് ബൈ 15 2,560. ദെൻ സിക്കും വീതിച്ച് കൊടുക്കുന്ന 9,600 ഇൻറ്റു സിയുടെ 4 ആണ്. 4 ഡിവൈഡ് ബൈ 15 2,560. ദെൻ ഡിക്ക് വീതിച്ച് കൊടുക്കുമ്പോൾ 9,600 ഇൻറ്റു 2 ഡിവൈഡ് ബൈ 15 1,280. ദെൻ ഇയുടെയും അതുപോലെ തന്നെ 9,600 ഇൻറ്റു 2 ഡിവൈഡ് ബൈ 15 1,280. അടുത്ത ഐറ്റം നോക്കുക. ക്വസ്റ്റ്യൻ തന്നിരിക്കുന്ന അടുത്ത ഐറ്റം ഇൻഷുറൻസ് ഓഫ് പ്ലാന്റ് ആണ്. ഇൻഷുറൻസ് ഓഫ് പ്ലാന്റ് അസറ്റ് വാല്യൂവിലാണ് നമ്മൾ എടുക്കേണ്ടത്. കാരണം ഇവിടെ ഇൻഷുറൻസ് ഓഫ് അസറ്റ് ആയിട്ട് വരും. നമ്മൾ അസറ്റ് വാല്യൂവിലാണ് എടുക്കേണ്ടത്. അസറ്റ് വാല്യൂവിൻ്റെ പ്രൊപ്പോർഷൻ നമ്മൾ നേരത്തെ കണ്ടുപിടിച്ചായിരുന്നു 15:19:18:10:8 എന്ന അനുപാതം നമ്മൾ കണ്ടുപിടിച്ചായിരുന്നു. ആ അനുപാതം നമ്മൾ എഴുതി വെക്കണം. ദെൻ ഇൻഷുറൻസ് ഓഫ് പ്ലാന്റിൻ്റെ എമൗണ്ട് ക്വസ്റ്റ്യൻ തന്നത് 8,400 ആണ്. ഈ 8,400 നമുക്ക് എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിലേക്കും വീതിച്ച് കൊടുക്കണം. വീതിച്ച് എങ്ങനെ കൊടുക്കുന്നത്? എക്ക് വീതിച്ച് കൊടുക്കുന്നത് 8,400 ഇൻറ്റു എയുടെ 15 ആണ്. 15 ഡിവൈഡ് ബൈ 17. ബിക്ക് വീതിച്ച് കൊടുക്കണം 8,400 ഇൻറ്റു ബിയുടെ 19 ആണ്. 19 ഡിവൈഡ് ബൈ 70. ദെൻ സിക്ക് വീതിച്ച് കൊടുക്കേണ്ടത് എത്രയാണ്? 8,400 ഇൻറ്റു 18 ഡിവൈഡ് ബൈ 70. ദെൻ ഡിക്ക് വീതിച്ച് കൊടുക്കേണ്ടത് എത്ര? 8,400 ഇൻറ്റു 10 ഡിവൈഡ് ബൈ 70. ദെൻ ഇക്ക് വീതിച്ച് കൊടുക്കേണ്ട 8,400 ഇൻറ്റു 8 ഡിവൈഡ് ബൈ 70. അപ്പോൾ നമുക്ക് ഈ എമൗണ്ട് കിട്ടുന്നു. ദെൻ അടുത്തത് എന്താ? അടുത്ത റെൻ്റ് ആൻഡ് ടാക്സസ് ആണ്. റെൻ്റ് ആൻഡ് ടാക്സസ് ഏതിൻ്റെ ബേസിസില്ല? ഏരിയയുടെ ബേസിസിലാണ്. നമ്മൾ എഴുതി തന്നിട്ടുണ്ട് ആ പ്രൊപ്പോർഷൻ ഏരിയയുടെ ബേസിസിലാണ്. ഏരിയയുടെ പ്രൊപ്പോർഷൻ 3:4:4:2:2 എന്ന അനുപാതമാണ്. എമൗണ്ട് 3,000 ആണ്. ക്വസ്റ്റ്യൻ നോക്കണം. എമൗണ്ട് നമുക്ക് ടോട്ടൽ എമൗണ്ട് വന്നിരിക്കുന്നത് 3,000 ആണ്. ഈ 3,000 നമ്മൾ ഈ എക്കും ബിക്കും സിക്കും ഡിക്കും ഇക്കും വീതിച്ച് കൊടുക്കണം. എക്ക് വീതിച്ച് കൊടുക്കുന്നത് എങ്ങനെയാണ്? എക്ക് 3,000 ആണ്. ഇവിടെ 3,000 ഇൻറ്റു 3 അല്ലേ? എയുടെ 3 ആണ്. 3 ഡിവൈഡ് ബൈ 15
എത്രയാണ് 600. ദെൻ 3000 ഇൻറ്റു ബിയുടെ 4 ആണ്, 4 ഡിവൈഡ് ബൈ 15 800. ദെൻ സിയുടെയും 3000 ഇൻറ്റു 4 ആണ്, 4 ഡിവൈഡ് ബൈ 15 800. ദെൻ ഡിയുടെ എത്രയാണ് 3000 ഇൻറ്റു ഡിയുടെ എത്രയാണ് 2 ഡിവൈഡ് ബൈ 15 400. ദെൻ ഇയുടെയും 3000 ഇൻറ്റു 2 ഡിവൈഡ് ബൈ 15 എത്രയാണ് 400. ആ രീതിയിൽ വേണം ചെയ്യാൻ. അടുത്തത് ക്വസ്റ്റിന് തന്നിരിക്കുന്ന അടുത്ത ഐറ്റം എന്താ, ലൈറ്റിംഗ് അല്ലേ. ലൈറ്റിങ്ങിൻ്റെ ബേസിസ് തന്നിരിക്കുന്നത് എന്തായിരുന്നു, നമ്പർ ഓഫ് ലൈറ്റ് പോയിൻറ്റ്സ് ആണ്. ലൈറ്റ് പോയിൻറ്റ്സ് ക്വസ്റ്റിന് നോക്കിയേ, നമ്പർ ഓഫ് ലൈറ്റ് പോയിൻറ്റ്സ് തന്നിരിക്കുന്നത് എത്രയാണ് 15. നോക്കുക, നമ്പർ ഓഫ് ലൈറ്റ് പോയിൻറ്റ്സ് വന്നിരിക്കുന്നത് 15 10 7 5 3. അപ്പോൾ നമ്മൾ എന്ത് എഴുതുക, 15:10:7:5:3 എന്ന അനുപാതത്തിൽ എടുക്കുക. അപ്പോൾ നമ്പർ ഓഫ് ലൈറ്റ് പോയിൻറ്റ്സ് എടുക്കുക, നമ്മൾ പ്രപ്പോർഷൻ എടുക്കുക, 15:10:7:5:3 എന്ന അനുപാതത്തിൽ എടുക്കുക. എന്താ ലൈറ്റിങ്ങിൻ്റെ എമൗണ്ട് തന്നിരിക്കുന്ന 12,800 നമ്മളതിനെ വീതിച്ച് കൊടുക്കുന്നത് എങ്ങനെയാണ്, എക്ക് വീതിച്ച് കൊടുക്കുന്ന 12,800 ഇൻറ്റു 15, എയുടെ 15 ആണ്, 15 ഡിവൈഡ് ബൈ 40, ഇതിൻ്റെ ടോട്ടൽ 14 ആണ്. അടുത്ത ബിക്ക് വീതിച്ച് കൊടുക്കുന്നത് എങ്ങനെയായിരിക്കും, 12,800 ഇൻറ്റു ബിയുടെ 10 ആണ്, 10 ഡിവൈഡ് ബൈ 40 3200. അപ്പോൾ സിക്ക് വീതിച്ച് കൊടുക്കുന്നത് എങ്ങനെയാണ്, 12,800 ഇൻറ്റു സിയുടെ 7 ആണ്, 7 ഡിവൈഡ് ബൈ 40. ദെൻ ഡിയുടെ എങ്ങനെ വീതിച്ച് കൊടുക്കുന്നത്, 12,800 ഇൻറ്റു 5 ഡിവൈഡ് ബൈ 40 1600. ദെൻ ഇക്ക് എങ്ങനെ വരും, 12,800 ഇൻറ്റു 3 ഡിവൈഡ് ബൈ 40 960. ഈ രീതി വീതിച്ച് കൊടുക്കുക. അടുത്ത ഐറ്റം എന്താ, ക്വസ്റ്റിന് തന്നിരിക്കുന്ന അടുത്ത ഐറ്റം പവറാണ്. പവർ നമ്മൾ ഏത് ബേസിസായി, HP ഓഫ് മെഷീൻ അല്ലേ, HP ഓഫ് മെഷീൻ ക്വസ്റ്റിന് തന്നിട്ടുണ്ടോ എന്ന് നോക്കുക. ക്വസ്റ്റിന് തന്നിട്ടുള്ള ഹോഴ്സ് പവർ ഓഫ് മെഷീൻ എന്ന് പറഞ്ഞ് തന്നിട്ടുണ്ട്, HP ഓഫ് മെഷീൻ എന്ന് പറഞ്ഞ് തന്നിരിക്കുന്നത് 400 300 200 200. ഈക്കില്ല, ആ രീതിയിലാണ് തന്നിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ പ്രൊപ്പോർഷൻ എടുക്കുന്നത് എങ്ങനെയാണ്, 4:3:2:2 എന്ന അനുപാതം. അപ്പോൾ നമ്മൾ പവർ എഴുതുക, ദെൻ എന്നാ ബേസ് കോളത്തിൽ എഴുതുക, HP ഓഫ് മെഷീൻ ഹോഴ്സ് പവർ ഓഫ് മെഷീൻ എന്ന് പറഞ്ഞ് എഴുതുക. അതിൻ്റെ പ്രൊപ്പോർഷൻ നമ്മൾ കണ്ടുപിടിച്ച 4:3:2:2 എന്ന അനുപാതം എഴുതുക. പവറിൻ്റെ എമൗണ്ട് ക്വസ്റ്റിന് തന്നിരിക്കുന്ന 16,500 ഈ 16,500 നമ്മൾ വീതിച്ച് കൊടുക്കണം. എക്ക് എങ്ങനെ വീതിച്ച് കൊടുക്കുന്നത്, 16,500 ഇൻറ്റു എയുടെ 4 ആണ്, 4 ഡിവൈഡ് ബൈ ഇതിൻ്റെ ടോട്ടൽ 11 ആണ്. ദെൻ അതുപോലെ തന്നെ ബിക്ക് വീതിച്ച് കൊടുക്കുക, 16,500 ഇൻറ്റു ബിയുടെ 3 ആണ്, 3 ഡിവൈഡ് ബൈ 11. ദെൻ സിക്ക് വീതിച്ച് കൊടുക്കുക, 16,500 ഇൻറ്റു 2 എഴുതുക, 2 ഡിവൈഡ് ബൈ 11. അപ്പോൾ നമുക്ക് അത്ര വരും 3000. ദെൻ നമ്മൾ അടുത്ത ആർക്കുക, ഡിക്ക് വീതിച്ച് കൊടുക്കുക. ഡിക്ക് എത്ര, 16,500 ഇൻറ്റു 2 ഡിവൈഡ് ബൈ 11 നമ്മൾ വീതിച്ച് കൊടുക്കുക. അപ്പോൾ നമുക്ക് 3000 കിട്ടുന്നു. അതുപോലെ ഇക്ക് ഇല്ല, ഇയുടെ പ്രൊപ്പോർഷൻ ഇല്ലാത്തതുകൊണ്ട് ഇക്ക് വീതിച്ച് കൊടുക്കുന്നില്ല. പിന്നെ അടുത്ത ഐറ്റം എഴുതുക. അടുത്ത ഐറ്റം ക്വസ്റ്റിൽ തന്നിരിക്കുന്ന ഐറ്റം സ്റ്റോർസ് ഓവർഹെഡ് ആണ്. സ്റ്റോർസ് ഓവർഹെഡ്സിൻ്റെ പ്രൊപ്പോർഷൻ നോക്കുക. പ്രൊപ്പോർഷൻ തന്നിരിക്കുന്ന വാല്യൂ ഓഫ് ഡയറക്റ്റ് മെറ്റീരിയൽസ് ആണ്, വാല്യൂ ഓഫ് മെറ്റീരിയൽസ് ആണ്. അപ്പം ക്വസ്റ്റിന് നോക്കുക, വാല്യൂ ഓഫ് മെറ്റീരിയലിൻ്റെ തന്നിരിക്കുന്ന എന്തൊക്കെയാണ്, വാല്യൂ ഓഫ് മെറ്റീരിയൽ കൺസ്യൂമർ എന്ന് പറഞ്ഞ് തന്നിരിക്കുന്ന പ്രൊപ്പോർഷൻ നോക്കുക. 90,000 80,000 60,000. പിന്നെ ഡിക്കില്ല, ഇക്ക് 40,000. ഈ രീതിയിലാണ് തന്നിരിക്കുന്നത്. അപ്പം നമ്മൾ എഴുതുക എന്താ, 9:8:6:4. അപ്പം നമ്മുടെ ഡിയുടെ ഇവിടെ ഇല്ലാതായിട്ട് കാണിക്കണം, എങ്കിൽ നമ്മൾ എഴുതാൻ പറ്റുള്ളൂ. അപ്പോൾ എഴുതുന്നതിൻ്റെ പ്രൊപ്പോർഷൻ നമ്മൾ എഴുതേണ്ടത് ഇങ്ങനെയാണ്. നമ്മൾ സ്റ്റോർസ് ഓവർഹെഡ് എന്ന് പറഞ്ഞ് എഴുതുക. സ്റ്റോർസ് ഓവർഹെഡ് എന്ന് എഴുതിയിട്ട് അതിൻ്റെ ബ്രാക്കറ്റിൽ എഴുതുക, നമ്മൾ ബേസ് കോളത്തിൽ എഴുതുക, വാല്യൂ ഓഫ് മെറ്റീരിയൽ എന്ന് പറഞ്ഞ് എഴുതുക. പ്രൊപ്പോർഷൻ 9:8:6 നമ്മളിവിടെ ഒരു ഒരു ഹൈഫൻ ഇടണം. ദെൻ 4 എന്ന് പറഞ്ഞ് എഴുതുക. അല്ലെങ്കിൽ നമ്മളിത് പ്രൊപ്പോർഷൻ ചെയ്യുന്ന സമയത്ത് ഈ ഡിക്ക് ഈ 4 നമ്മൾ എഴുതി പോകുന്നത്, നമ്മൾ ഇതേപോലെ തന്നെ പ്രൊപ്പോർഷൻ എഴുതുക. ഇതേപോലെ പ്രൊപ്പോർഷൻ എഴുതിയിട്ട് നമ്മൾ വീതിച്ച് കൊടുക്കുക. വീതിച്ച് കൊടുക്കുമ്പം ഇതിൻ്റെ സ്റ്റോർസ് ഓവർഹെഡിൻ്റെ എമൗണ്ട് 5,400 ആണ്. 5,400 വേണം നമ്മൾ വീതിച്ച് കൊടുക്കാൻ. 5,400 എക്ക് വീതിച്ച് കൊടുക്കുമ്പോൾ 5,400 ഇൻറ്റു എയുടെ 9 ആണ്, 9 ഡിവൈഡ് ബൈ ഇതിൻ്റെ ടോട്ടൽ 27 ആണ്. അപ്പോൾ നമുക്ക് 1,800 കിട്ടി. ബിക്ക് നമ്മൾ വീതിച്ച് കൊടുക്കുമ്പോൾ എത്ര വരും, 5,400 ഇൻറ്റു ബിയുടെ 8 ആണ്, 8 ഡിവൈഡ് ബൈ 27 എന്ന് പറഞ്ഞാൽ 1,600 ആണ്. ദെൻ സിക്ക് വീതിച്ച് കൊടുക്കുമ്പോൾ എത്ര വരും, 5,400 ഇൻറ്റു സിയുടെ 6 ആണ്, 6 ഡിവൈഡ് ബൈ 27 വരും. നമുക്ക് എത്ര കിട്ടുന്ന 1,200. ദെൻ അടുത്ത് നോക്കുക, ഡിക്ക് ഇല്ല, അപ്പോൾ നമ്മളിവിടെ ഇല്ലാതെ കാണിക്കണം. ദെൻ അടുത്തത് ഇക്ക് എഴുതുമ്പോൾ എത്ര വരും, 5,400 ഇൻറ്റു ഇയുടെ എത്ര 4 ഡിവൈഡ് ബൈ 27 800. ഈ രീതിയിൽ എഴുതുക. അടുത്തത് നോക്കുക, അടുത്തായിട്ട് തന്നിരിക്കുന്നത് സബ്സിഡി ടു ക്യാൻറ്റീൻ അല്ലേ. സബ്സിഡി ടു ക്യാൻറ്റീൻ എന്ന് പറഞ്ഞ് തന്നിരിക്കുന്നത്. അപ്പോൾ സബ്സിഡി ടു ക്യാൻറ്റീന് ഏതിൻ്റെ ബേസിസിലാണ് അപ്പോർഷൻ ചെയ്യേണ്ടത്, ക്വസ്റ്റ്യൻ പറയുന്നുണ്ട്. നമ്പർ ഓഫ് എംപ്ലോയീസിൻ്റെ ബേസിസ്
നമുക്ക് ആ പ്രൊപ്പോർഷൻ തന്നിട്ടുണ്ട്. സബ്സിഡി ടു ക്യാൻറ്റീന് ഇതിൻ്റെ ബേസിസ് നമ്പർ ഓഫ് എംപ്ലോയീസ് ഓർ വർക്കേഴ്സിൻ്റെ ബേസിൽ വേണം നമ്മൾ അപ്പോർഷൻ ചെയ്യാൻ. നമ്പർ ഓഫ് എംപ്ലോയീസ് ക്വസ്റ്റിന് തന്നിരിക്കുന്ന പ്രൊപ്പോർഷൻ ഇതാണ്. ഇവിടെ നമ്മൾ നമ്പർ ഓഫ് എംപ്ലോയീസ് പറഞ്ഞ് എഴുതുക. പ്രൊപ്പോർഷൻ 8:11:6:3:2 അല്ലേ. അത് നമ്മൾ നോക്കുക. ക്വസ്റ്റിന് തന്നിരിക്കുന്നത് നമ്പർ ഓഫ് എംപ്ലോയീസ് നോക്കിയേ. നമ്പർ ഓഫ് എംപ്ലോയീസ് തന്നിരിക്കുന്നത് 80 അല്ലേ, 110, 60, 30, 20. ഇതാണ് നമ്പർ ഓഫ് എംപ്ലോയീസ് തന്നിരിക്കുന്നത്. നമ്പർ ഓഫ് എംപ്ലോയീസിന് പ്രൊപ്പോർഷൻ എടുക്കുന്നത് എങ്ങനെയാണ്? ഇത് ഷോർട്ടായിട്ട് 8:11:6:3:2 എന്ന അനുപാതത്തിൽ നമ്മൾ എടുക്കുക. ഈ അനുപാതത്തിൽ നമ്മൾ എടുക്കുക. ഈ അനുപാതം നമ്മളിവിടെ എഴുതുക. നമ്പർ ഓഫ് എംപ്ലോയീസിൻ്റെ അവിടെ എഴുതുക. ദെൻ നമ്മൾ സബ്സിഡി ടു ക്യാൻറ്റീൻ്റെ എമൗണ്ട് 15,600 അത് നമ്മൾ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിലേക്കും വീതിച്ച് കൊടുക്കണം. അപ്പോൾ എക്ക് വീതിച്ച് കൊടുക്കുമ്പോൾ 15,600 ഇൻറ്റു എയുടെ 8 8/30 4,160 കിട്ടും. ബിയുടെ വരുമ്പോൾ എത്ര വരും? 15,600 ഇൻറ്റു 11/30 വരും ബിക്ക്. സിക്ക് എങ്ങനെ വരും? 15,600 ഇൻറ്റു 6/30 വരും. ദെൻ ഡിക്ക് 15,600 ഇൻറ്റു 3/30 വരും. ദെൻ ഇക്ക് എത്ര വരും? 15,600 ഇൻറ്റു 2/30 വരും. ഈ രീതിയിൽ നമ്മൾ പ്രൊപ്പോർഷൻ ചെയ്യുക. എല്ലാം പ്രൊപ്പോർഷൻ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ ചെയ്യേണ്ടത് ഈ കോളം എല്ലാം ടോട്ടൽ ചെയ്യണം. ടോട്ടൽ ചെയ്യണമെന്ന് പറഞ്ഞാൽ ആദ്യമേ ഈ ടോട്ടൽ കോളം ഇല്ല, ഫസ്റ്റ് ഈ ടോട്ടൽ കോളം എല്ലാം നിങ്ങൾ ഫസ്റ്റ് ടോട്ടൽ ചെയ്യുക. ടോട്ടൽ കോളം നമ്മൾ ടോട്ടൽ ചെയ്ത് എഴുതുക. പിന്നെ എയ്ഡ് കോളം, ഈ എയ്ഡ് കോളം എല്ലാം കൂടി ടോട്ടൽ ചെയ്ത് എഴുതുക. ദെൻ ബിയുടെ കോളം ടോട്ടൽ ചെയ്ത് എഴുതുക. സിയുടെ കോളം, ഡിയുടെ കോളം, ഇയുടെ കോളം ഇങ്ങനെ ടോട്ടൽ ചെയ്ത് എഴുതുക. ഇത്രയാണ് നമ്മുടെ പ്രൈമറി ഡിസ്ട്രിബ്യൂഷൻ. പ്രൈമറി ഡിസ്ട്രിബ്യൂഷൻ ഇതിനാണ്. എന്ന് വെച്ചാൽ നമുക്ക് തന്നിരിക്കുന്ന ഓവർഹെഡ്സിനെ, ക്വസ്റ്റിന് തന്നിരിക്കുന്ന ഓവർഹെഡ്സിനെ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിലേക്കും, ഡിപ്പാർട്ട്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ABCDE ആണ്, ഇത്രയും ഡിപ്പാർട്ട്മെൻറ്റിലേക്കും സ്യൂട്ടബിൾ ആയിട്ടുള്ള ബേസിസിൽ വീതിച്ച് കൊടുക്കുന്നതിനാണ് പ്രൈമറി ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത്. അപ്പം എല്ലാവരും ഈ പ്രോബ്ലം ചെയ്ത് പഠിക്കുക. ഓക്കെ.